ഈശോയുടെ കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ നിങ്ങൾക്കെല്ലാവർക്കും? നല്ല മിടുക്കരായിട്ടിരിക്കുന്ന എല്ലാവരും, നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് എന്ത് സുന്ദരന്മാരുമായിട്ട് എല്ലാവരും ഇരിക്കുന്നേ. സുഖമാണല്ലോ അല്ലേ? എങ്കിൽ നമുക്കിന്ന് ക്ലാസ് തുടങ്ങാം. ഏത് പാഠമാണ് പഠിക്കുന്നേ? 6-ാം പാഠത്തിൻ്റെ 2ാമത്തെ ഭാഗമാണിന്ന് നമ്മൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തിനെക്കുറിച്ചായിരുന്നു? ദൈവത്തിന് സ്തുതി കൊടുക്കുന്നതിനെക്കുറിച്ചായിരുന്നല്ലേ? എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച്. ആദ്യമേ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞല്ലോ. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, ഓരോ നിമിഷവും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പരിപാലനയ്ക്ക് എന്നും സ്തുതികൾ അർപ്പിക്കുവാനും നന്ദിയുള്ളവരായി ജീവിക്കുവാനും കുഞ്ഞുങ്ങളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയിൽ വളരുവാൻ, അങ്ങേക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കൊരു സ്തുതി പറഞ്ഞാലോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എങ്കിൽ എല്ലാവരും ഇരുന്നോ. മിടുക്കരെ, ഇനി നമുക്കൊരു ചെറിയ എക്സസൈസ് ചെയ്യണ്ടേ? നിങ്ങളിങ്ങനെ ക്ലാസ് കേട്ട് ഇങ്ങനെ ഇരുന്ന് മടുക്കുമ്പോൾ ഒരു കുഞ്ഞ് എക്സസൈസ് നല്ലതാ അല്ലേ? എങ്കിൽ നമുക്ക് ഒരു ചെറിയ പാട്ടാണ്, അത് നമുക്കൊരു ആക്ഷനിലൂടെ കളിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യുന്നതാണോ എഴുന്നേറ്റ് നിന്ന് ചെയ്യുന്നതാണോ നിങ്ങൾക്കിഷ്ടം? കുറച്ച് പേര് എഴുന്നേറ്റ് നിന്നല്ലോ. എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നിൽക്കാം കേട്ടോ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ഒരു കുഞ്ഞ് എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് വേഗം ഇരിക്കാവേ. സിസ്റ്റർ കാണിച്ചു തരാം ആദ്യം എങ്ങനെയാന്ന്. കൈകൾ കൊട്ടി വിരലുകൾ ഞൊടിച്ച് പുഞ്ചിരി തൂകി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒന്നുകൂടി ചെയ്താലോ? നമുക്ക് ഒറ്റ പ്രാവശ്യം കൂടി വേഗം ചെയ്യാം കേട്ടോ. കൈകൾ കൊട്ടി വിരലുകൾ ഞൊടിച്ച് പുഞ്ചിരി തൂകി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചെയ്തല്ലോ? സിസ്റ്ററിനെ എല്ലാവരെയും കാണാം, നല്ല മിടുക്കരായിട്ട് എല്ലാവരും ചെയ്തു കേട്ടോ. ഇനി ഒന്ന് വേഗം ഇരുന്നോ. ഇനി നമുക്ക് തുടങ്ങാം ക്ലാസ്. എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് സിസ്റ്റർ ആദ്യം പറഞ്ഞത്? ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് അല്ലേ? അപ്പോൾ ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാലിക്കുന്നത്? ആരൊക്കെ ഉത്തരം പറയുന്നുണ്ടല്ലോ അവിടുന്ന്? ഒച്ചത്തിൽ പറ, സിസ്റ്ററിന് കേൾക്കത്തില്ലല്ലോ. ശ്വസിക്കാൻ വായു തന്ന് അല്ലേ? ജീവിക്കാൻ മനോഹരമായ പ്രപഞ്ചം നൽകി, നമുക്ക് മനോഹരമായ വീടുകൾ നൽകി, ഓരോ സമയവും നമുക്ക് ഭക്ഷിക്കാനുള്ള ആഹാരം തന്ന്, നമുക്ക് കുടിക്കുവാനുള്ള വെള്ളം തന്ന്, നമുക്ക് ഉടുക്കുവാനുള്ള വസ്ത്രം തന്ന്, ഇങ്ങനെയെല്ലാം ദൈവം നമ്മെ പരിപാലിക്കുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മളെ ഇങ്ങനെ പരിപാലിക്കുന്ന ദൈവത്തിന് നമ്മൾ സ്തുതി അർപ്പിക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു അല്ലേ? അപ്പോൾ അങ്ങനെ ദൈവത്തിന് സ്തുതി അർപ്പിച്ച് നമ്മൾ പൂവൊക്കെ വയ്ക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് ടീച്ചറിന് അയച്ചു കൊടുത്തില്ലേ? നിങ്ങളത് ചെയ്യും, എനിക്ക് നല്ല ഉറപ്പാണ്. നിങ്ങളുടെ അയച്ചു തന്ന ഫോട്ടോയൊക്കെ നിങ്ങളുടെ ക്ലാസ് ടീച്ചർമാർ ടീച്ചറിനൊക്കെ അയച്ചു തന്നു. എന്ത് സുന്ദരന്മാരും സുന്ദരികളുമായ ആ ഫോട്ടോയ്ക്കകത്ത് എല്ലാവരും. അപ്പോൾ ഇപ്രാവശ്യവും നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം അല്ലേ? ഇനി എന്തൊക്കെ കഴിവുകളാണ് നമുക്ക് ദൈവം തന്നേക്കുന്നത്? നന്നായി പാട്ടുപാടാൻ, നന്നായി നൃത്തം ചെയ്യാൻ, നന്നായിട്ട് പടം വരയ്ക്കാൻ, നന്നായി കളിക്കാൻ, മറ്റുള്ളവരോട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ ഒക്കെ നമുക്ക് ദൈവം ദൂരെ കഴിവുകളല്ലേ തന്നേക്കുന്നത്.
നിങ്ങളുടെ കൂട്ടുകാർക്കുള്ള കഴിവുകളാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ കൂട്ടുകാരിൽ ചില നന്നായി പാട്ട് പാടുന്നവരുണ്ടാകും അല്ലേ? പക്ഷേ ചിലർ പാട്ട് പാടാണ്ട് ചിലരെന്ത് ചെയ്യും? നന്നായിട്ട് ഡാൻസ് കളിക്കും അല്ലേ? ചിലർ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നവരുണ്ടാകും, ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടാകും. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ആരൊക്കെയാണ് ക്രിക്കറ്റ് കളിക്കുന്നവർ? ഓ, ആമ്പിള്ളേരെല്ലാം എഴുന്നേറ്റ് നിന്നേക്കോ ക്രിക്കറ്റ് കളിക്കുമെന്നും പറഞ്ഞ്. നല്ല മിടുക്കരാണല്ലോ. അപ്പോൾ ഇങ്ങനെ ധാരാളം കഴിവുകൾ നൽകി ദൈവം നമ്മെ പരിപാലിക്കുന്നുണ്ടല്ലേ? അതുപോലെ ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കാൻ ദൈവം അവസരം തന്നു. നല്ല മാതാപിതാക്കളെ തന്നു, നല്ല വീട് തന്നു അല്ലേ? പിന്നെ നല്ല അധ്യാപകരെ തന്നു, നല്ല കൂട്ടുകാരെ തന്നു. ഇവയെല്ലാം ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളാണ്, ദൈവം നമ്മെ പരിപാലിക്കുന്ന വഴികളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തെക്കുറിച്ച് ടീച്ചർ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചില്ലായിരുന്നോ? എപ്പോഴൊക്കെയായിരുന്നു? ഉണരുമ്പോൾ, ഉറങ്ങാൻ പോകുമ്പോൾ, സന്ധ്യാസമയത്ത്. ഈ സന്ധ്യാസമയത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ കുരിശ് വരയ്ക്കുന്ന കാര്യം ടീച്ചർ പറഞ്ഞില്ലായിരുന്നോ? എല്ലാവരും പപ്പയും മമ്മിയൊക്കെ കൂട്ടിയിരുന്ന് കുരിശ് വരച്ചോ? ആ, എല്ലാവരും കൈവെക്കുന്നുണ്ട്. അപ്പോൾ നന്നായി കുരിശൊക്കെ വരച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച്, ദൈവം നമ്മെ പരിപാലിക്കുന്ന വിധത്തെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? എങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശുദ്ധ കുർബാനയിലെ ഒരു പാട്ട് പഠിച്ചില്ലേ? അതുപോലെ ഇനി നമ്മൾ വിശുദ്ധ കുർബാനയിലെ ഒരു പാട്ടും കൂടെ പഠിക്കാൻ പോവുകയാണ്. ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പാടുന്നൊരു പാട്ടുണ്ട്. സിസ്റ്റർ ആദ്യം ഒന്ന് പാടി കേൾപ്പിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതാ പാട്ടെന്ന്. പിന്നെ നമ്മൾ പാടുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് പാടണേ. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. അറിയാവോ ഈ പാട്ട്? കേട്ടിട്ടുണ്ടോ? ആ, ഈ ട്യൂണിലല്ല കേട്ടേക്കുന്നേ. ഇത് പഠിക്കാൻ എളുപ്പമായി ട്യൂണ്. നമുക്കൊന്ന് കൈയടിച്ച് പാടാം ഈ പാട്ട്. എല്ലാവരും ചേർന്ന് കൈയടിച്ച് നമുക്ക് ഈ പാട്ട് ഒരിക്കൽ കൂടി പാടാം കേട്ടോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. പഠിച്ചോ? എല്ലാവരും നല്ല ഒച്ചത്തിൽ പാടി. സിസ്റ്റർ കേട്ടു കേട്ടോ. എങ്കിൽ നമുക്ക് ഈ പാഠത്തിൻ്റെ ആദ്യം തൊട്ട് പഠിച്ചതൊന്നും കൂടി അങ്ങ് ഓർത്തു നോക്കിയാലോ? ആദ്യകാലങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവത്തെ സ്തുതിച്ചിരുന്നത് എന്നാണ് ടീച്ചർ പറഞ്ഞു തന്നത്? പ്രാർത്ഥനകളിലൂടെ, പാട്ടുകളിലൂടെയൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? എപ്പോഴൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചില്ലേ? ആരാ ഉത്തരം പറയുന്നേ? ആ, എപ്പോഴൊക്കെയാണ്? ഉണരുമ്പോൾ, ഉറങ്ങുമ്പോൾ, സന്ധ്യാസമയത്ത്. പിന്നെ എപ്പോഴൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ കൃപകൾ നമ്മൾ ഓർക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ സ്തുതിച്ചു എന്ന് പഠിച്ചു അല്ലേ? അടുത്തതായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? ദൈവം നമ്മെ പരിപാലിക്കുന്ന വിധത്തെക്കുറിച്ച് പഠിപ്പിച്ചു അല്ലേ? അപ്പോൾ ശ്വസിക്കാൻ വായു, ജീവിക്കാൻ ഈ പ്രപഞ്ചം, വീട്, നല്ല മാതാപിതാക്കൾ, കൂട്ടുകാർ, പിന്നെ ധാരാളം കഴിവുകൾ, ഇങ്ങനെയെല്ലാം ദൈവം നമുക്ക് നൽകി ദൈവം നമ്മളെ പരിപാലിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ?
അതുപോലെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പാടുന്ന 2 പാട്ടുകൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു ഹോംവർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നോ, നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു മാല കോർക്കാനായിട്ട് തന്നിട്ടുണ്ട്. ആ മാലയിലെ ഓരോ മുത്തുകൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം? കളർ കൊടുക്കണം. വെറുതെ കളർ കൊടുത്താൽ മതിയോ? ഓരോ മുത്തിനും കളർ കൊടുക്കുമ്പോൾ ദൈവമേ സ്തുതി എന്ന് സുകൃതജപം ചൊല്ലി വേണം കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഈ ഓരോ മുത്തുകൾക്കും നിറം കൊടുക്കുമ്പോൾ ദൈവമേ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് സ്തുതി അർപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കളർ കൊടുത്ത് ഈ കളർ കൊടുത്ത മാലയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. എങ്കിൽ നമുക്ക് വേഗം ഒരു വചനം പഠിക്കണ്ടേ? സങ്കീർത്തനം 135:3. എന്താണ് വചനം? കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ? ടീച്ചർ പറഞ്ഞു തരാം, നിങ്ങൾ എല്ലാവരും കൂട്ടത്തിൽ പറയണേ. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. സങ്കീർത്തനം 135:3. എങ്കിൽ നമുക്കിനി കുരിശ് വരച്ച് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഇടത് കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് കുരിശ് വരയ്ക്കാം അല്ലേ? വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എങ്കിൽ നമുക്കിനി അടുത്ത ആഴ്ച കാണാം കേട്ടോ.